ഗൈസ് എനിക്ക് നിന്നും അടുത്തു. അപ്പോൾ ഞാൻ പേപ്പർ മേടിച്ച് ഇവിടെ ഇരിപ്പായി. ആൾക്കാർ കൂവി തുടങ്ങി. അടുത്തത് പൊട്ടാൻ നേരമായി എന്നാണ് ആ കൂവലിൻ്റെ അർത്ഥം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളങ്ങനെ കാത്തിരുന്ന സാമ്പിൾ വെടിക്കെട്ട് ഇങ്ങെത്തി. അപ്പോൾ ഇത് ബാഗൊക്കെ ഇട്ടിട്ടാണ് പോക്ക്. ഇതിൽ വേറെ ഒന്നുമില്ല, എന്നിട്ടാ വെള്ളം കുപ്പി. അതെന്തായാലും ആവശ്യം വരും അവിടെ എത്തുമ്പോൾ. പിന്നെ ന്യൂസ് പേപ്പർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ന്യൂസ് പേപ്പർ വായിക്കാനാണോ ഇപ്പോൾ പോകുന്നത്? അവിടെ ന്യൂസ് പേപ്പർ പുറത്തേക്കൊന്നും വരില്ല. അതേടാ, അതങ്ങനെയല്ല. ഇപ്പോൾ എങ്ങാനും സാമ്പിൾ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടണ സ്ഥലത്ത് വിരിച്ചിരിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ വിരിച്ചിരിക്കണവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് സാമ്പിൾ തിരക്കുണ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ചെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ഉണ്ടായാലും തൃശ്ശൂർ വെടിക്കെട്ടിൻ്റെ ഒരു എന്താ പറയുക എനർജിയിലാണ് ഞാൻ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ. അപ്പോൾ ഓക്കെ, ബായോ ഗൈസ്. അങ്ങനെ നമ്മൾ റൗണ്ടിൻ്റെ അടുത്തുള്ള വഴിക്ക് എത്തി. ഇവിടെ ഫുള്ള് ഇതേ വണ്ടിയൊക്കെ വെച്ചേക്കാണ്. നമ്മൾ ദൂരെ വെച്ചേക്കണം. ഇത്രയും കയറിപ്പിക്കും നമ്മൾ വയ്യാണ്ടായി. ഇനി നമുക്ക് അതിനുള്ളിൽ പോയിട്ട് പോവാം, ബാക്കി നോക്കാം. ഗൈസ് അങ്ങനെ നമ്മളിത് പാറമേക്കാവിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേ നമ്മുടെ പതിവുള്ള ബലൂൺ ഐറ്റംസ്, നിലത്തിട്ടാൽ പൊട്ടിക്കണ സാധനം, പിന്നെ കുറേ കഴിക്കാനുള്ള ഐറ്റംസ്. ഇപ്പം സമയം ഏതാണ്ട് ഒരു 6 മണി 6:30 ആയിട്ടില്ല. അപ്പോഴേക്ക് ഇതാ ഇത്രയും തിരക്കായി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ. അത് എക്സിബിഷൻ്റെ അവിടെ ആൾക്കാർ കുന്നുകൂടി നിൽക്കുക. നമുക്ക് പന്തൽ കാണാൻ പോവാ കേട്ടോ. പന്തൽ ഇപ്പം ലൈറ്റ് ഇട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. റോട്ടിലൊക്കെ ഇരുന്ന് വിൽക്കണ് സാധനങ്ങൾ. നല്ല കടല, മറ്റേ ഹിന്ദിക്കാരുടെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, കടല, പാനിപ്പൂരി, അതിൻ്റെയൊക്കെ സ്മെല്ല് കിട്ടാണ്ട്. ഒരു ഷോ പീസ് പോലെയല്ലേ ചേട്ടാ. ഇതിന് എത്ര? 10 രൂപ ഒരു പാക്കറ്റാ. ഒരു പാക്കറ്റ് 10 രൂപ. ഇത് കാണുമ്പോൾ എനിക്ക് മൈക്കായിട്ടാണ് തോന്നാറ്. പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ഇത് മൈക്കല്ല, തുടയ്ക്കണ സാധനമാണ്. ടെക്നോളജിയുടെ ഒരു വളർച്ച എത്ര ഉയരത്തിലത് പോണേ നോക്കി. ആളുകളൊക്കെ അതേ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇനി തിരക്ക് കൂടി കൂടി വരാനാ പോണേ. ദേ മറ്റേ ബബിൾ ഗണ്ണ്. പോലീസ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ആംബുലൻസ് വരുമായിരിക്കും. നമുക്കതേ സൈഡ് പിടിച്ച് പോവാം. അപ്പം മിക്ക കടകളും കാണാം. തീപ്പെട്ടിക്കൊള്ളി ഇട്ടിട്ട് പൊട്ടിക്കണോ നോക്കി. ആൾക്കാരെ വേണേ എറിഞ്ഞിട്ട് പേടിപ്പിക്കാം. ഇതാ കുട്ടി ഇതേ കണ്ട അച്ഛൻ്റെ തോളത്തിരുന്ന് വരുന്നുണ്ട്. പണ്ടൊക്കെ ഞാനിങ്ങനെ ഇരുന്നിരുന്ന് ഇതേ അച്ചൂത്തണ സാധനം. കുറെ ഡിസൈനുകളൊക്കെ ഉണ്ട്. ചേട്ടാ ഇതിന് എത്രയാ? ഒരു 50. കുറെ ഡിസൈൻ ഉണ്ട്. ഒറ്റ കൈയാണോ 50? മൊത്തമാത്തെ 50. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ ഒരു വലിയ കൂട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ തിക്കി തലയിട്ട് നോക്കിയപ്പോൾ അതേ ഒരു അമ്മയും മോളും കൂടിയിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനമായിരുന്നു കേട്ടോ. അത് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാം കൊല്ലം കാണുന്നതാണല്ലോ ഇങ്ങനത്തെ കുറെ ഐറ്റംസ്. നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിൻ്റെ ഉള്ളിലായാലും റൗണ്ടിലായാലും ഒക്കെ ഇങ്ങനത്തെ കുറെ കാണാറുണ്ട്. ഇത് ആൾക്കാർ വന്നിട്ട് അതിൽ പൈസ ഇട്ട് കൊടുക്കുന്നുമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ടെററായിട്ട് തോന്നുന്ന ഒരു ഐറ്റം തന്നെയാട്ടോ ഇത്. ഈ ചാട്ടവയറുകൊണ്ട് മേത്തടിക്കല്. എനിക്കത് കാണാൻ അത്രയും വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ എവിടെ കണ്ടാലും അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോവും. പിന്നെ നമ്മൾ നേരെ മുനിസിപ്പലിൻ്റെ അടുത്തോട്ട് പോയി അവിടെ നിൽക്കാന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അവിടെ പോയപ്പോഴാണ് കൂറ്റൻ തിരക്ക്. അത്രയധികം തിരക്കുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അമ്പലം കറക്റ്റ് കാണാം. മരങ്ങളൊന്നും ഇടയിലില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ. പക്ഷെ അവിടെ സ്റ്റെപ്പുമ്പലും താഴെയൊക്കെ ആയിട്ട് ആൾക്കാർ സ്ഥലം പിടിച്ചു കഴിഞ്ഞു. 1 ഇഞ്ച് സ്ഥലം പോലും അവിടെ ഇരിക്കാനോ നിൽക്കാനോ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു പന്തൽ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ. അപ്പം പിന്നെ അപ്പുറത്തെ വഴി ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് പന്തൽ കാണാം. ഇത്തിരി ശ്വാസം ഇവിടെ വെച്ചാൽ കിട്ടി. ഇവിടെയൊക്കെ ബാരിക്കേഡ് വെച്ച് ഫുൾ നിറച്ചേക്കാണ്. നിറച്ച ആൾക്കാരാണ് ഗൈസ്, നിറച്ച ആൾക്കാർ. അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ യാതൊരു വഴിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലൊക്കെ സ്ഥലം പിടിക്കാമല്ലേ. ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലായ? നമ്മളിത് മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ ആ സൈഡിൽ കൂടെയാണ് പോണേ. ഇനി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തിട്ട് ആ വഴി നമുക്ക് പോവാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കാല്ലേ. ഇതോ അവിടെ സബ്വേയുടെ മേലൊക്കെ ആൾക്കാർ ആദ്യമേ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് 7 മണിക്കുള്ള സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി. ഇനി നമുക്കും സ്ഥാനം പിടിക്കണം. നമ്മളിത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയും നല്ലൊരു സ്പോട്ട് കിട്ടി കഴിഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. ഓക്കെ, വഴിയോര കച്ചവടക്കാർ ഇതേ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഒരു സ്ഥലം പിടിച്ച് നിൽക്കുന്നുണ്ട്. ഗൈസ് സാമ്പിളിന് ഇനി സമയമുണ്ട്. 7 മണിക്കാണ് പറഞ്ഞേക്കണേ. 7 മണി ആയിട്ടില്ല. അപ്പോൾ തിരക്കുകൾ വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കറക്റ്റ് നല്ല വടക്കുന്നാഥൻ്റെ അമ്പലം കാണാം. ഇവിടെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ആ കുടമാറ്റം നടക്കുന്ന സ്ഥലം. നല്ല തിരക്കുണ്ട്. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം.
നമ്മളിത് ആ വഴി പോയപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ട് കുറേ തിക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറാൻ നോക്കി, പക്ഷെ പറ്റിയില്ല, ഒത്തില്ല. അപ്പോൾ നമ്മൾ വേറെ വഴി വളഞ്ഞ് തിരിഞ്ഞ് ആ വഴി എത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ വേഗം നടന്നു പോകണം. കമോൺ, ഫാസ്റ്റായിട്ട് നടന്നു പോയാലേ വേഗം സമയത്ത് എത്തുള്ളൂ. അപ്പോൾ ദേ നമ്മൾ രാഗം തിയേറ്ററിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് പന്തൽ കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടാ. ഫുൾ വഴിയൊക്കെ ബ്ലോക്ക്ഡ് ആണ്. സ്ഥലം ദേ ഇങ്ങനെ തപ്പി തപ്പി ഉണ്ടാക്കണം. ഗൈസ്, അപ്പൊ നമ്മൾ ആ വഴി നോക്കാൻ പോയി, പക്ഷെ അതും ബ്ലോക്കായി. അവസാനം നമ്മൾ ആ വിശേരി കണ്ടു. വിശേരി കണ്ടപ്പോഴാണ് നമുക്ക് സമാധാനമായത്. കാരണം നടന്ന് ഉള്ള കാറ്റൊക്കെ പോവാറായി. കറക്റ്റ് നേരത്തെ തന്നെ നമുക്ക് വിശേരി കയ്യിൽ കിട്ടിട്ടോ. ഇനിയിപ്പോ വീശി നടക്കാം. പോണ വഴി നമ്മളൊരു ഐസ്ക്രീം മേടിച്ചിട്ടോ, ഒരു എനർജിക്ക്. തിരക്കിലോട്ട് പോയാൽ ഇനി കിട്ടില്ല എന്നുള്ളതുകൊണ്ടാട്ടോ തിരക്കില്ലാത്ത നേരത്ത് നമ്മൾ പോയി വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് അവസാനം കുറുപ്പൻ റോഡ് വഴി ഇവിടെ വന്ന് എത്തിയിട്ടുണ്ട്. പന്തല് കാണിക്കുന്നു പറഞ്ഞു. പന്തല് നമ്മൾ കണ്ടു. നല്ല അടിപൊളി പന്തലായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഓരോ ലൈറ്റിങ്ങും കാണാൻ നല്ല സൂപ്പറാണ്. ഇനി ഇവിടെ നമുക്ക് എവിടെയെങ്കിലും കറക്റ്റ് സ്പോട്ടിൽ നിന്നിട്ട് വെടിക്കെട്ടിനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഈ വഴി അങ്ങനെയൊക്കെ പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ റൗണ്ടിൽ കയറി മക്കളെ സ്പോട്ട് കിട്ടി. ഇനി ഇവിടെ നിന്ന് നീങ്ങരുത്. ഇതാ പന്തലിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് സ്പോട്ട് കിട്ടിയിരിക്കണേ. അപ്പൊ നമുക്ക് ഇവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. സമയം ഏതാണ്ട് കറക്റ്റ് 7 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേ ആൾക്കാരെല്ലാവരും സ്ഥലത്ത് ഫിക്സ് ആയിട്ടുണ്ട്. നല്ല ദാഹമുണ്ട്, കാരണം അത്രയധികം നടന്നിട്ടുണ്ട്. ഇത് അയ്യാ കിട്ടണില്ല, ഒട്ടിച്ച്. നാരങ്ങ വെള്ളമാണ്, ദാഹത്തിന് നല്ലതാ. ഭയങ്കര സമാധാനം, കുറച്ച് കാറ്റൊക്കെ വീശി. അപ്പൊ വിവിധ ജില്ലയിൽ നിന്ന് ഓരോ വഴിയിൽ കൂടെ ആൾക്കാരെല്ലാവരും വന്ന് ഇവിടെ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. ഒരൊറ്റ വണ്ടി പോലും ഇല്ല. ഇവിടെ ഫുള്ള് ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്, ജനക്കൂട്ടങ്ങളാണ്. ഇനി ഇതേ സാമ്പിൾ വെടിക്കെട്ടിന്റെ അത്തിരിപ്പിന്റെ സമയമാണ്. എല്ലാവരുടെ മുഖത്തൊരു ആകാംക്ഷയുണ്ട്. എപ്പോൾ പൊട്ടും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും നിൽക്കണേ. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്. ഈ അടുത്ത് തന്നെ പൊട്ടുമെന്ന് വിചാരിക്കാം അല്ലേ? ഓക്കെ, ആളുകളൊക്കെ ഇവിടെ കൂട്ടമായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ആൾക്കാരെ ചവിട്ടാണ്ട് നോക്കണം. ഇവിടെ താഴത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം അന്തരീക്ഷം നല്ല മഴയൊന്നും കിട്ടാത്ത ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് സുഖമായിട്ടിരുന്ന് കാണാം. വെടിക്കെട്ടിന് യാതൊരുവിധ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾക്കാരൊക്കെ പോയി തുടങ്ങി. സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. അപ്പോഴേക്കും തൃശ്ശൂർ പൂരത്തിനുള്ള ആ ഒരു ആൾക്കാരെ എല്ലാവരും നിറച്ച് ഇവിടെ ഫുള്ളായിട്ടുണ്ട്. കാല് വെക്കാൻ തന്നെ സ്ഥലമില്ല എന്നൊക്കെ പറയാം. ചില സ്ഥലത്ത് ഇതേപോലെ നല്ല ഗ്യാപ്പൊക്കെ ഉണ്ട്, വായു സഞ്ചാരമുണ്ട്. അത് കാരണം ഭാഗ്യം. ഇപ്രാവശ്യം നല്ല ഗംഭീരമാവും തന്നെ നമ്മൾ വിചാരിക്കാം, നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ ഗൈസ്? എനിക്ക് നിന്നും അടുത്തു. അപ്പോൾ ഞാൻ പേപ്പർ മേടിച്ച് ഇവിടെ ഇരിപ്പായി. ഇനി ഇരുന്ന് കാത്തിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ കൂവലകളൊക്കെ കേൾക്കുന്നുണ്ട് പതിവ് പോലെ. ഇപ്പൊ പൊട്ടെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. മറ്റേ പടത്തിൽ ഇപ്പൊ പൊട്ടും എന്ന് പറയണ പോലെ. അയ്യോ വയ്യാണ്ടായി മോനെ. ആളുകൾ തിങ്ങിനിറയണോട് ഒപ്പം ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെയും സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ച് സ്ഥലം ഇനി ബാക്കിയില്ല. എല്ലായിടത്തും നിറഞ്ഞിട്ടുണ്ട്. സബ്വേയുടെ മേലെ, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ. ഇവിടെ നിന്നാലാണ് കറക്റ്റ് ആ സാമ്പിൾ വെടിക്കെട്ടിന്റെ ഉഷ്ണവും ചൂടും ഒക്കെ മനസ്സിലാവുള്ളൂ. ആൾക്കാർ കൂവി തുടങ്ങി. അടുത്തത് പൊട്ടാൻ നേരമായി എന്നാണ് ആ കൂവലിന്റെ അർത്ഥം. നമുക്ക് കാത്തിരുന്ന് അടുത്തതിന് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ കുറെ കാത്തിരിപ്പിന് ശേഷം രണ്ടാമത് പൊട്ടിട്ടോ. പൊട്ടുമ്പോ ആ പൊട്ടണേന്റെ കാറ്റ് വന്ന് നമ്മുടെ മുഖത്തൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു. അവസാനം ആ കൂട്ടപ്പരിച്ചിലൊക്കെ പൊട്ടിയപ്പോ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, അടിപൊളിയായിട്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പന്തലിന്റെ അവിടേക്ക് നടന്നു പന്തലുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ചിലർ അല്ലറ ചില്ലറ പടക്കം അവർ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു വെറൈറ്റി കണ്ടു കേട്ടോ, ഈ കൊട പോലത്തെ സാധനങ്ങൾ, നല്ല LED ലൈറ്റ് ഇട്ട കൊടകൾ. ഇതാ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, അത് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ തിരക്കിന്റെ ഇടയിലൊക്കെ തിക്കി തിങ്ങി എല്ലാം പന്തലും കാണാൻ പോയി കേട്ടോ. ഗൈസ്, അപ്പോൾ തിരുവമ്പാടിയിൽ പറഞ്ഞേക്കാം ഒരു അടിപൊളി സാമ്പിൾ വെടിക്കെട്ട് കണ്ടു. ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട്. ഇത് ഈ കാണുന്നത് നമ്മുടെ തിരുവമ്പാടിയുടെ പന്തലാണ്. അപ്പോൾ പന്തലുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് തൃശ്ശൂർ പൂരത്തിന് കാണാം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.